നിലക്ക് നിങ്ങൾക്ക് കാണാം. പിന്നീട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. ഇനി സുഹൃത്തുക്കളെ, എന്താ മുജാഹിദുകളെ സംബന്ധിച്ചുള്ള ആരോപണം കേട്ടോളൂ. ഇവര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ്. മുജാഹിദുകൾ എന്ന് പറയുന്ന വഹാബികൾ അവര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബോ അയാൾ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. കാരണം അയാൾ ഉണ്ടായിട്ടുള്ളത്, അയാൾ എല്ലാ നിലക്കും വൃത്തികേടുകൾ ചെയ്തവനാണ്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സ്വലാത്തിനോടുള്ള ദേഷ്യം കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് നിങ്ങൾ എഴുതിവിട്ടിട്ടില്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ മീതെ മൂത്രമൊഴിച്ചു എന്ന് എഴുതിവിട്ടവരല്ലേ? അങ്ങനെ എന്തെല്ലാം കളവുകളാണ് പറഞ്ഞത്. പരിശുദ്ധ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരിൽ നിന്ന് അച്ചാരം വാങ്ങിയെന്നും ബ്രിട്ടീഷ് ചാരസുന്ദരികളുടെ കൂടെ കിടപ്പറ പങ്കിട്ടു എന്നും ഉളുപ്പില്ലാതെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് എഴുതിവിട്ടത് നിങ്ങളുടെ സുന്നി വോയിസ് എന്ന പത്രത്തിലല്ലേ? ആധികാരികത നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? അങ്ങനെ എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ നിങ്ങൾ എഴുതിവിടുന്നു. നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത് ആരെക്കുറിച്ചാണ്? നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ആരെക്കുറിച്ചാണ്? അതൊക്കെ പറയാൻ പറ്റിയ ഒരു നാവല്ലേ? അതൊന്നും ഇവിടെ ഞാൻ വിഷയമാക്കുന്നില്ല. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്ത് മാണിക്കക്കല്ലില്ലേ, ഒരു തെറ്റും സംഭവിക്കാത്ത എല്ലാ കാര്യങ്ങൾ എന്തു പറഞ്ഞാലും അതൊക്കെ മുഴുവൻ അംഗീകരിക്കാനുള്ളതാണ്. തള്ളേണ്ടതായി ഒന്നുമില്ലല്ലോ. അവിടുന്ന് പറഞ്ഞതിൽ പൊളിവാക്കുകളില്ലല്ലോ. അവിടുന്ന് പറഞ്ഞത് മുഴുവൻ സത്യമല്ലേ? ആ നിലക്ക് ഞങ്ങൾ അംഗീകരിക്കുന്ന ഞങ്ങൾക്കൊരു നേതാവുണ്ട്. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഞങ്ങൾ അന്ധമായി അനുകരിക്കുന്ന നേതാവ്. മറ്റുള്ള പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ സംഭവിക്കാം. അവര് പറയുന്നതെല്ലാം അന്ധമായി അനുകരിക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല. അള്ളാഹുവിൻ്റെ ഖുർആനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളുമായും യോജിച്ച അഭിപ്രായം ആര് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കുന്നു. ആരെങ്കിലും അതിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചതുകൊണ്ട് മറ്റഭിപ്രായത്തിലേക്ക് പോയിട്ട് ുണ്ടെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കാറുമില്ല. അതൊക്കെ വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ. പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ നിന്ന് ടി മുസ്ലിയാർ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കുറെ അത് ചെയ്തു, മഖ്ബറകൾ തകർത്തു, കൊള്ളക്കാരനാണ്, കവർച്ചക്കാരനാണ്, ഭീകരവാദിയാണ് എന്നൊക്കെ പലതും പറഞ്ഞ കൂട്ടത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ പറയാണ്, ഹിന്ദുക്കൾ പൂജിക്കുന്ന, ഹിന്ദുക്കൾ ആരാധിക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റി. നോക്കണം നിങ്ങൾ, പൊള്ളു പറയുമ്പോൾ ചിന്തിക്കണ്ടേ. അങ്ങ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹിജാസിന്റെ പ്രദേശങ്ങളിൽ അവിടെയുണ്ടോ ഹിന്ദുക്കള്? അവിടെയുണ്ടോ ഹിന്ദുക്കൾ പൂജിക്കുന്ന മരങ്ങള്? എന്താ ആരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്നാണോ? എന്താ നിങ്ങൾ പറഞ്ഞത്? പറഞ്ഞിട്ടില്ലെന്നുണ്ടോ? കേട്ടോളൂ. നബിയുടെ ഖബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂൽ മന്ത്രിച്ചു ഊതുന്നതും ഉറുക്കു കെട്ടുന്നതും മഹാന്മാരുടെ മഖബറകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. മഖബറകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങൾ പൂജിക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു. അങ്ങനെ മഖബറകൾ പൊളിച്ചു മാറ്റി. ഹിന്ദുക്കൾ ആരാധിക്കുന്ന പൂജിക്കുന്ന മരങ്ങളും അവർ മുറിച്ചു മാറ്റി. ഹിന്ദുക്കൾ ആരാധിക്കുന്ന പൂജിക്കുന്ന മരങ്ങളും അവർ മുറിച്ചു മാറ്റി. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്തിട്ടുള്ള, ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം നജിദ്കാരനാണല്ലോ. കണ്ടോ, നജിദ്കാരനാണ്. ആ നജിദ്കാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ എന്താ ചെയ്തത്? ഹിന്ദുക്കൾ ആരാധിക്കുന്ന പൂജിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി. ഇത് വെറുതെ അങ്ങ് കുഴപ്പമുണ്ടാക്കാൻ പറഞ്ഞതല്ലേ? ഇയാൾക്ക് അങ്ങനെ വാദമുണ്ടോ? ഇയാൾക്കത് എല്ലായിടത്തും വെച്ച് പറയാൻ ധൈര്യമുണ്ടോ? എന്തിനാ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയുണ്ടോ ഒരു കള്ളം പറയൽ? അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് എല്ലാവരെ കൊണ്ടും ഒന്ന് വെറുപ്പുണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് ഇവർ പറയുന്നു, ഇവർ മഖ്ബറകൾ ഇടിച്ച് തകർത്തവരാണ്. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള കവർച്ചകൾ ചെയ്തവരാണ്, കൊള്ള നടത്തിയവരാണ്.
എന്തെല്ലാം ആരോപണങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് നിഷിദ്ധമാക്കിയ സംഗതിയല്ലേ ഖബറുകൾ കെട്ടിപ്പടുക്കൽ. അങ്ങനെ അകാരണമായി അഥവാ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല, ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ മറവിൽ എന്തൊക്കെയാ പറയുന്നത്? ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് കാണാം ഇവരുടെ ഇടയിൽ തന്നെ ഇതൊക്കെ നടക്കുന്നില്ലേ. ഇവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ ദർഗകൾ ഇടിച്ച് നിരപ്പാക്കില്ലേ, ഇവർ കല്ലേറ് നടത്തുന്നില്ലേ. ഒരു ഹെഡിങ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അതാ മടവൂരിൽ വീണ്ടും വിഘടിത അക്രമം. യതീംഖാന മഖാം ഓഫീസുകൾ തകർത്തു. CM മടവൂര് മഖാം ഓഫീസും മഖാമിനോടനുബന്ധിച്ച യതീംഖാന ഓഫീസും വിഘടിത സുന്നികൾ എറിഞ്ഞു തകർത്തു. 2 ദിവസം മുമ്പ് മഖാം പരിസരത്ത് വെച്ച് വിഘടിതരുടെ ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 SKSSF പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇനിയും കേട്ടോളൂ. മടവൂർ മഖാമിലെ ഗുണ്ടാ വിളയാട്ടം അപലപനീയം. ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. അപ്പൊ എവിടെയാണ്, ഏതൊക്കെയാണ്, എന്തൊക്കെയോ മഹത്വങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും അവരവർക്കുള്ള കാര്യങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ ഇടിച്ച് നിരപ്പാക്കാൻ, അത് മഖാമായാലും ദർഗയായാലും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ദർഗയ്ക്ക് നേരെ, അത് ശിർക്കാണെന്ന നിലക്കല്ല, കാശിന്റെ പ്രശ്നത്തിലാണെന്നേയുള്ളൂ. എന്നിട്ട് ഇവരാണ് പല രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അതാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളാണ് ഇവർ കൊണ്ട് നടക്കുന്നത്, ഇവർ ഭീകരന്മാരാണ്, ഇവർ ആ നിലക്കുള്ള മോശപ്പെട്ട ആളുകളാണ് എന്ന് കേൾക്കുന്ന ആ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ പോലും ഒരു ചീത്തയായ വികാര വിചാരങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ. എന്നാൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളടക്കമുള്ള ആളുകൾക്കറിയില്ലേ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്? മുജാഹിദുകൾ ഒരാളെയും അകാരമായി നോവിക്കാറില്ല. ഏതെങ്കിലും അമ്പലം തകർക്കാൻ പോകാറുണ്ടോ? ഏതെങ്കിലും ആളുകളെ കൊന്നുകളയാൻ പോകാറുണ്ടോ? ഏതെങ്കിലും ആളുകൾ ഇപ്പുറത്ത് ആക്രമിക്കപ്പെട്ടാൽ തന്നെ നിരപരാധികളെ ആക്രമിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്നവരല്ലേ മുജാഹിദുകൾ? അവരെ ആ നിലക്കൊരിക്കലും നേരിടരുതെന്ന് പഠിപ്പിക്കുന്നവരല്ലേ? തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തൊട്ടാകെയുള്ള മനുഷ്യന്മാരെ ഉത്ബുദ്ധരാക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ അറിയാത്തവർ ആ മുസ്ലിം ഇന്ന് കേരളത്തിലുണ്ടോ? ആ മുസ്ലിമീങ്ങൾക്ക് പോലും അറിയില്ലേ? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ വരെ കാണാം, അകാരണമായി ഒരു നിലക്കും ഒരാളെയും കൊല്ലാൻ പാടില്ല, ഒരാളെയും കൊന്നുകൂടാ. അങ്ങനെ കൊല്ലുന്നവന്റെ സ്ഥിതി എന്താണ്? റായിഹത്തുൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ മണം പോലും അവൻ ആസ്വദിക്കാൻ സാധ്യമല്ലെന്ന് പിഞ്ചു മക്കളുടെ ഇളം മനസ്സുകൾ തൊട്ട് പഠിപ്പിച്ച് കാരുണ്യത്തിന്റെ സന്ദേശം പഠിപ്പിക്കുന്ന മുജാഹിദുകളെ നാലാളുകളെ മുമ്പിൽ കാണുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണോ മുസ്ലിയാരെ നിങ്ങൾ ചിന്തിക്കുന്നത്? എങ്കിൽ അത് നടപ്പില്ല കേട്ടോ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി എന്താ പറയുന്നത്? മുജാഹിദുകളുടെ പേരിലുള്ള വലിയൊരു ആരോപണം കണ്ടോ, സ്വലാത്ത് ചൊല്ലാത്ത കക്ഷികളാണ്. നിങ്ങൾ നോക്കണം, ഞാനിവിടെ ഈ ഉള്ളവനിവിടെ എൻ്റെ പ്രസംഗത്തിൽ ധാരാളം സമയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയുന്നതിൻ്റെ, അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുന്നതിൻ്റെ മഹത്വം ധാരാളം സമയം വിശദീകരിച്ചിട്ടുണ്ട്. ആളുകൾ ആ സീഡികൾ കേട്ടിട്ടുണ്ട്. പല വീടുകളിലും അതെത്തിയപ്പോൾ ഈ മുസ്ലിയാർക്കത് വല്ലാത്ത മനം വരട്ടൽ. ഈ മുജാഹിദുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് അവർ സ്വലാത്ത് ചെല്ലാൻ കേൾക്കുന്നത് അലർജിയാണെന്നല്ലേ? ഇപ്പോഴിതാ സലാത്തിന്റെ പോരിശ പറയുന്നല്ലോ. എങ്കിലിനി എന്താ വേണ്ടത്? തെറ്റിദ്ധരിപ്പിക്കാം. ഇനി നാടുനീളെ തെറ്റിദ്ധരിപ്പിക്കാം. എന്താ? മുജാഹിദുകൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്, അവർക്കതിലൊന്നും ആത്മാർത്ഥതയില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയുമ്പോൾ സലാത്ത് പറയാൻ അവരുടെ നാവ് സമ്മതിക്കാറില്ല. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അഷ്റഫുൽ ഖൽഖിനോട് മഹബ്ബത്തുണ്ടെങ്കിലല്ലേ പുറത്തേക്ക് സലാത്ത് വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ സുഹൃത്തുക്കളെ? ഉള്ളവൻ ഇവിടെ കഴിഞ്ഞ ദിവസം
റസൂലുള്ള എന്നയാൾ പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ, മുഹമ്മദ് നബി എന്ന് പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ, വെറും നബി എന്ന് പറഞ്ഞു വിട്ട സ്ഥലങ്ങൾ, അവിടെയൊന്നും സ്വലാത്ത് ചെല്ലാതെ വിട്ടുപോയ അത്തരം സന്ദർഭങ്ങൾ മാത്രം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു. വേണമെങ്കിൽ എണ്ണിക്കോളൂ, ഇനി എണ്ണിയില്ലെങ്കിലും വിരോധമില്ല. പക്ഷേ നിങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകണ്ട. അത് നമുക്ക് 1-ന് 10 കൂലിയുണ്ട് കേട്ടോ. അതൊന്ന് കേൾപ്പിക്കുന്നു. ാണെന്നറിയോ, മുഹമ്മദ് നബിക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടാൻ മുഹമ്മദ് നബി അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിങ്ങളെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നബിന്റെ കാര്യം സങ്കടം തന്നെ. അവര് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്ന് മൗലവി വാദപ്രവാസിക്ക്. അതിന് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ. മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ പറഞ്ഞ മൗലവി പറയുന്നു, നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത്. നബിക്ക് ആഖിറത്തിൽ വെച്ച് സമ്മതം കിട്ടും, ഒരു ശഫാഅത്തുണ്ടോ? ആഖിറത്തിൽ നബിക്ക് സമ്മതം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മഹ്ശർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം ചോദിക്കുന്ന ഒരു രംഗം. അതാണ് അല്ലാഹുവിന്റെ റസൂല് മഹ്ശറാ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് സമ്മതം ചോദിക്കും. ദുനിയാവിൽ തന്നെ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യണം. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് കുറച്ച് പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ റസൂലുള്ളാഹിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് അപേക്ഷ സമർപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ നോട്ടീസ് ഇറക്കി പ്രസംഗിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മൈതാനിയിൽ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചിട്ടുണ്ടോ? നബി ചെയ്യണമെന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നബി ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്തതേ പറ്റുള്ളൂ, നബി ചെയ്യണമെന്നില്ല. അതേ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. മുഹമ്മദ് നബി മുഖേന അഴിപോകും. നബി മുഖേന പ്രശ്നം പരിഹരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഖേനയല്ലേ, ഖുർആന്റെ മദ്ഹല്ലേ? അത് കേൾക്കാൻ കേട്ടില്ലേ? ഇതിങ്ങനെ മുറിച്ചെടുത്താൽ എത്ര കിട്ടും? ഒരു CD-യുടെ ഏതാനും ഭാഗങ്ങളിൽ നിന്നാണിത്. ഇങ്ങനെ ആർക്കാണ് സുഹൃത്തുക്കളെ ചെയ്തുകൂടാത്തത്? ഞാൻ ആദ്യം കാണും. ഇന്ന് വരെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഗണ്ണന പ്രസംഗ വേദിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ടോ? ആരാ ചെയ്യാറുള്ളത്? എത്ര പ്രസംഗങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയി, എത്ര ഗണ്ണന പ്രസംഗങ്ങളും സംവാദങ്ങളും നടന്നുപോയി. ഈ രൂപത്തിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മെനക്കെടുന്ന എത്ര കക്ഷികൾ അവിടെ മുമ്പ് കഴിഞ്ഞുപോയി? ആരെങ്കിലും ചെയ്തോ? സുഹൃത്തുക്കളെ, ഇത് സ്വാഭാവികമല്ലേ? ഇതെല്ലാ പ്രഭാഷകന്മാരിലും സംഭവിക്കാറില്ലേ? വിവിധ വിഷയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ എന്താ കാരണം? അവിടെയൊക്കെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്, നബി എന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നമ്മളും ഇനി കാണിച്ചേക്കുന്ന മൂപ്പർക്കറിയാം. അതിന് മൂപ്പര് മുന്നോടിയായിട്ട് എന്ത് പറഞ്ഞു? മൂപ്പര് പറയാണെന്ത്? അയാൾ പറയാണ്, അത് ഞങ്ങളുടെ പ്രസംഗത്തിലും ഇങ്ങനെയൊക്കെ വന്നേക്കും. ആഹാ, എന്നാലോ ഞങ്ങളതിന് അങ്ങനെ കുറെ ചെല്ലിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അവസാനം ഒരു 10 സലാത്താണ് കുറെ ആണ്ട് അടിച്ചു വിടലുണ്ട്. ആഹാ, അങ്ങനെ ഉണ്ടോ ഇസ്ലാമിലുണ്ടോ? അങ്ങനെ പറയുമ്പോ പറയാതെ പിന്നെ അഡ്വാൻസ് ആയിട്ട് മുൻകൂർ കുറെ ആദ്യം നിങ്ങൾ എന്തിനാ ചെല്ലലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അവസാനം 10 25 100 ചെല്ലലുണ്ട്. അത് ആൾക്കാർ കാശ് തരുവോളുള്ള സ്വലാത്താ. കാശ് ചൊല്ലിയിട്ട് സ്റ്റേജ് മേൽ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ സ്വലാത്ത് എന്താന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടാണ്. ഞാൻ അതിലേക്ക് മടങ്ങുന്നില്ല. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് ഇനിയും കാണിക്കാം. പക്ഷേ ഇയാൾ എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇയാൾ പറയാണ്, എൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് കുറേ ഇങ്ങനെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ജനങ്ങളെ എണ്ണിച്ചിട്ട് മൂപ്പരാതാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് പറയാണ്, എന്താ ഇയാൾ ഇത് ചെല്ലാതിരിക്കാൻ കാരണം? അതിന് ഉള്ളിലുണ്ടെങ്കിലല്ലേ വരികയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മൂപ്പരെന്തേ അത് ചൊല്ലാതിരിക്കാൻ കാരണം? പറയട്ടെ അയാൾ തന്നെ. ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ സലാത്ത് നാവുമ്പലെങ്കിൽ വരുള്ളൂ. സലാത്ത് വരുന്നില്ല നാവുമ്പല്. ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ സലാത്ത് നാവുമ്പലെങ്കിൽ വരുള്ളൂ. സലാത്ത് വരുന്നില്ല നാവുമ്പല്. ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ സലാത്ത് നാവുമ്പലെങ്കിൽ വരുള്ളൂ. സലാത്ത് വരുന്നില്ല നാവുമ്പല്. വരുന്നില്ല, അതാ പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു സുഹൃത്തുക്കളെ? ഞാൻ ഇവിടെ ഈ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചിരുന്നു. എന്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയപ്പെട്ടിട്ടും അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് പറയാത്തവൻ തൊലയട്ടെ എന്നിങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ എന്താണ് അത്? ഇയാൾ നാട്ടിൽ കേൾപ്പിക്കുകയാണ്. അതേ ഭാഗം തൊലയട്ടെ അങ്ങ് കേൾപ്പിച്ചപ്പോ എന്റെ നാട്ടുകാർക്ക് വലിയ ആവേശമായി പോയി. എന്താ ആവേശം? ആരെ പോയി തൊലയട്ടെ എന്നിടുന്ന ഇയാളെന്നല്ലേ. അപ്പൊ അയാൾ തൊലയട്ടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്റെ നാട്ടുകാര് അവരുടെ നാട്ടുകാരന്റെ ദുആ കേൾക്കല്ലേ, അവരെ ആവേശം കൊണ്ട് തക്ബീർ വിളിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. കണ്ടോളൂ. സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അവൻ തുലയട്ടെ. കണ്ടില്ലേ? ആരാ തൊലയുന്ന? കണ്ടില്ലേ? തൊലയുന്ന രൂപം കണ്ടില്ലേ?
തൊലയ മാത്രല്ല വലയുന്ന കോലാപ്പൈ കാണുന്നത്. തൊലയും വലയും ചെയ്യാണ്. ഇതിനൊന്നും മെനക്കെടേണ്ട പേരോടെ എന്തിനാ? നമുക്ക് കാര്യം തന്നെ ഒരുപാട് പറയാനില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് കട്ടുപ്പാറയിൽ വെച്ച് നടന്നത്. ഇനി എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത്? ഇവര് സ്വലാത്ത് ചൊല്ലുന്നത്, ഇവരുടെ സ്വലാത്ത്. നാം സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നത് പലപ്പോഴും ആത്മാർത്ഥതയോടുകൂടിയല്ല. കാരണം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോ നിങ്ങൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ചൊല്ലുന്നുണ്ട്. ആളുകളുടെ മുമ്പിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയും ചൊല്ലുന്നുണ്ട് എന്ന് ഞാൻ ഇവിടെ വെച്ച് വായിച്ചു. എന്തേ വായിച്ചതെന്നറിയോ? വായിച്ച ഭാഗം കേട്ടോളൂ. കാന്തപുരം എഴുതിയ ലേഖനത്തിൽ നിന്നാ ഞാൻ വായിച്ചത്. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു. വാചകങ്ങൾ ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ? സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു. അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന് പ്രതിഫലമുണ്ട്. ഭൗതികപരമായ ഫലത്തിന് പുറമേ അർഹമായ പ്രതിഫലം ആഖിറത്തിലും നൽകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേക പരിഗണനയായതുകൊണ്ട് ഭൗതിക കാര്യത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവനെ പരലോകമോക്ഷത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവനാക്കാം ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്നിങ്ങനെ കാന്തപുരം എഴുതിയ ലേഖനം അങ്ങ് വായിച്ചപ്പോ ആ ലേഖനത്തിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോ അതാ പേരോടൊന്ന് ഉരുണ്ട് മറിഞ്ഞു നോക്കുകയാണ്. എന്താ മൂപ്പര് പറയുന്നതെന്നോ നമ്മോട് ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. എന്താ? ഒരു ഇബാദത്ത് ചെയ്യുമ്പോ, ഒരാരാധന നടത്തുമ്പോ ആഖിറത്തെ ഉദ്ദേശിക്കുന്നതിന്റെ പുറമെ നമുക്ക് ഭൗതികമായ നേട്ടം കൂടി ഉദ്ദേശിച്ചാൽ അതിലെന്താ തെറ്റുള്ളത്? നമുക്ക് ദുനിയാവും വേണ്ടേ, ആഖിറവും വേണ്ടേ? കാരണം നമ്മൾ ദുആ ചെയ്യുമ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ എന്നല്ലേ പറയുന്നത്. മൗലവിക്ക് തിരിയണ്ടേന്നാ ചോദിക്കുന്നത്. അപ്പോ അട്ടിമറി ശ്രദ്ധിച്ചോ നിങ്ങൾ? അട്ടിമറി ശരിക്ക് പിടിച്ചുകൂടിക്കോ നിങ്ങൾ? വ്യക്തമായി മനസ്സിലാക്കി വെച്ചോളൂ സുഹൃത്തുക്കളെ. എന്താ സംഭവിച്ചത്? നാം പറഞ്ഞതെന്താണ്? ഒരാളൊരു കാര്യം ചെയ്യുമ്പോ ആഖിറത്തെയാണ് പരമമായി ലക്ഷ്യം വെക്കേണ്ടത്. എന്നാൽ ചില ഇബാദത്തുകൾ ചെയ്യുമ്പോ ഭൗതികമായ ചില കാര്യങ്ങളും നമുക്ക് കിട്ടിയേക്കാം. ഉദാഹരണത്തിന് നാം നോമ്പെടുക്കുന്നത് ആഖിറത്തിൽ രക്ഷപ്പെടാനാണ്, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാനാണ്, റബ്ബിന്റെ തൃപ്തി മോഹിച്ചുകൊണ്ടാണ്. അതേ അവസരത്തിൽ ആ പരമമായ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കുന്ന നോമ്പിലൂടെ ഒരുപക്ഷേ നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യന്റെ ആരോഗ്യം നന്നായേക്കാം, പല രോഗങ്ങളും മാറിയേക്കാം, പല രൂപത്തിലുള്ള പല ഗുണങ്ങളും അയാൾക്ക് ഭൗതിക ലോകത്ത് വെച്ച് കിട്ടിയേക്കാം. പക്ഷേ അത് മാത്രമാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ അയാളുടെ നോമ്പ് സ്വീകാര്യമാണോ? ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അയാൾ നന്നാകുന്നത്. അയാൾ നോമ്പെടുക്കുന്നത് കൊളസ്ട്രോൾ ഒന്ന് കുറയാൻ വേണ്ടി മാത്രമാണ്, ഷുഗർ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ്, ആരോഗ്യമൊന്ന് മെച്ചപ്പെടാൻ വേണ്ടി മാത്രമാണെങ്കിൽ അയാളുടെ നോമ്പ് കൊണ്ട് ആഖിറത്തിൽ ഗുണമുണ്ടോ? സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇതറിയില്ലേ? ലോകമാന്യത്തിന് വേണ്ടി ആളുകൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് അത് ശിർക്കുൻ ഖഫിയുൻ, അത് ഗോപ്യമായ ചെറിയ ശിർക്കാണെന്ന് വരെ നമുക്ക് കൃത്യമായി പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. കാന്തപുരം ഇവിടെ വളരെ ഈസിയായി പറഞ്ഞതെന്ത്? സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു. ശരിക്ക് ചിന്തിച്ചോ ആ വാചകം? ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു. അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാലും അതിന് പ്രതിഫലമുണ്ട് എന്നെഴുതിയ ഭാഗം ഞാൻ അങ്ങ് വായിച്ചപ്പോ അതാ പേരോട് മുസ്ലിയാർ ഉരുണ്ടു മറിഞ്ഞൊരു മറുപടി കേട്ടോളൂ. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുന്നതോടുകൂടി തന്നെ ആ സൽക്കർമ്മം മുഖേന ദുന്യാവിലും വന്ന കാര്യം തരും എന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. കണ്ടോ? ഭൗതികമായ നേട്ടം ആ ആഖിറത്തിന് ലക്ഷ്യം വെക്കുന്നതോടൊപ്പം ദുന്യാവിലും നേട്ടം കിട്ടുമെന്ന് വിചാരിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് തെറ്റാണോ എന്നാ ചോദിക്കുന്നത്. കാന്തപുരം പറഞ്ഞത് അതാണോ? രണ്ടും കൂടി ഉദ്ദേശിക്കലാണോ പറഞ്ഞത്? അല്ല, ഭൗതിക നേട്ടം മാത്രം, ലോകമാന്യത്തിന് എന്നിങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അവസാനം പറയണത് കല്യൂബി പറഞ്ഞിട്ടുണ്ട്. കല്യൂബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? എവിടെയാ പറഞ്ഞത്? അപ്പൊ നോക്കാം എവിടെയാ കല്യൂബി പറഞ്ഞത് എന്ന് പറയാ അടുത്ത പ്രസംഗത്തിൽ. അപ്പൊ നോക്കാം എന്താ കല്യൂബി പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ എന്താണ് എന്നൊക്കെ നമുക്ക് അപ്പൊ പരിശോധിക്കാം. എന്നാലോ
കാന്തപുരം അഖിലേന്ത്യയുടെ സെക്രട്ടറി പറയണ് ഇങ്ങനെയൊക്കെ ചെയ്യാ, റിയായിന് വേണ്ടിയൊക്കെ സലാത്ത് ചെല്ല. എന്നാലോ നമ്മുടെ തങ്ങ എന്താ പറയണത്? എടാ തങ്ങ, ഉള്ളാളത്തങ്ങ പറയുന്നത് എന്താ കേട്ടോളൂ. ഉള്ളാളത്തങ്ങൾ പറയുന്നത്, ഏയ് എടോ, റിയായിന് വേണ്ടിയുള്ള നിങ്ങളുടെ സലാത്ത് അല്ലാഹു സ്വീകരിക്കൂല കേട്ടോ എന്നാ പറയുന്നത്. മുപ്പരിക്ക് അത് സ്വീകരിക്കൂല. പ്രസിഡന്റ് പറയണു സ്വീകരിക്കൂല, സെക്രട്ടറി പറയണു സ്വീകരിക്കും. ഏതാ വിശ്വസിക്കേണ്ടത്? എന്ത് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. ഇസ്ലാം പറയുന്നത് എന്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുപോയി. ഉള്ളാളത്തങ്ങൾ എന്താ പറയുന്നത് എന്നും കൂടി കേട്ടോളൂ. ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ ഫളായിൽ പറയുന്നതിനാണോ? അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അനുഭവമല്ലേ. ഇപ്പൊ എല്ലാവരും തുടങ്ങിയിട്ട് സലാത്ത് ഖരീദ് ബുദ്ധിമുട്ടിയിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോൾ സർവ്വ ആളുകൾക്കും വേണം സലാത്ത്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ആഴ്ചക്കാഴ്ചക്ക് സലാത്തോ സലാത്ത്. കേട്ടാ നിങ്ങളെ റിയായിന്റെ സലാത്ത് അള്ള സ്വീകരിക്കില്ല. കേട്ടാ നിങ്ങളെ റിയായിന്റെ സലാത്ത് അള്ള സ്വീകരിക്കില്ല. കേട്ടാ നിങ്ങളെ റിയായിന്റെ സലാത്ത് അള്ള സ്വീകരിക്കില്ല കേട്ടോ. പിന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് സലാത്ത് ചെയ്ത് അപ്പം അനുഭവിക്കും, സംശയമൊന്നുമില്ല. ഇതാ മുജാഹിദുകൾ പറഞ്ഞത്. ഇതാ പറഞ്ഞത് എന്ത്? റിയായിന്റെ സലാത്ത് മൂപ്പര് ഒരു വട്ടാ പറഞ്ഞത്. നമ്മൾ ആ പോയിന്റ് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 3 തവണ ആവർത്തിച്ചതാണ്. കാര്യം എന്താണെന്ന് കൃത്യമായി ബോധ്യമാവാൻ വേണ്ടി. ഇതാണ് മുജാഹിദുകളും പറഞ്ഞത്. ഇത് ഞാൻ അങ്ങ് പറഞ്ഞപ്പോ അതിന് ഇങ്ങനെ ഒരു ഉരുളൽ നൽകി പോയ പേരോട് അവസാനം പറയാണ്, അതാ മൗലവിക്ക് ആയത്ത് തെറ്റിപ്പോയി. എന്തേ കാരണം? കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട്. കാന്തപുരത്തെ പറഞ്ഞതുകൊണ്ട് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും തെറ്റാതെ ഓതാൻ അറിയാവുന്ന ഭാഗം മൗലവിയോട് തെറ്റിപ്പോയി. എൻ്റെ ഒരായത്തും തെറ്റിയില്ല കേട്ടോ, അത് വേറെ വിഷയമാണ്. എന്താ സംഭവിച്ചത് എന്ന് ഞാൻ ശേഷം നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ കാന്തപുരത്തിൻ്റെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഇവിടെ വെച്ച് പറയുന്നതും ജനങ്ങൾ അതിങ്ങനെ ആവേശപൂർവ്വം തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്നതും ഒന്ന് കേട്ടോളൂ. ഒന്നൊരു വെക്കും. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയോ? നോക്കാം നമുക്ക്. കാന്തപുരസായിട്ട് കറാമത്താ കാണാൻ പോകും. കാന്തപുരത്തിന്റെ കറാമത്ത് കണ്ടോ? എന്താ കറാമത്ത്? ആയത്ത് തെറ്റിക്കല്. കാന്തപുരത്തിന്റെ കറാമത്ത് കണ്ടോ? എന്ത് ആയത്ത് തെറ്റിക്കൽ? എൻ്റെ ആയത്ത് തെറ്റിയിട്ടില്ല. എൻ്റെ ആയത്ത് തെറ്റിയിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും യുറാഊൻ എന്ന് ഞാൻ ഓതിയിട്ടില്ല. ഞാൻ പറഞ്ഞതെന്താ? ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ആവശ്യമായ ഭാഗം ഓതിയതാണ്. ഞാനിവിടെ പറയുന്നത് റിയായിനെ സംബന്ധിച്ചാണ്. നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്ന ആളുകളെ കുറിച്ചല്ല എൻ്റെ വിഷയം. ആ റിയായിനെ സംബന്ധിച്ചായിരുന്നു എൻ്റെ വിഷയം. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു? ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്തേ അവരുടെ നാശത്തിന്റെ കാരണം? 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്റെ വിഷയത്തിൽ പെട്ടതല്ല, അത് അല്ലദീനഹും മിൻ സലാത്തിഹിം സാഹൂനാണ്. അതുകൊണ്ടത് പറയാതെ അടുത്തതാണ് വിഷയവുമായിട്ടുള്ള ബന്ധം. റിയായിനെ സംബന്ധിച്ച് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലദീനഹും യുറാഊന, അവരാളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. ഇതാണ് മൂപ്പരിന് ആഘോഷിക്കൽ. ഒന്നുകൂടി വെക്ക് മോനെ. കാന്തപുരസ്താദിന്റെ കറാമത്ത് ഇങ്ങനെ ഒഴുകല്ല ഇവിടെ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ ആയത്ത് തെറ്റിയിട്ടില്ല. എന്നാ ഈ കാന്തപുരത്തിന്റെ കറാമത്താണല്ലോ. എന്താ വലിയ കറാമത്ത്? ആയത്ത് തെറ്റിക്കലാ കറാമത്ത്. ഒരു മനുഷ്യനെ നന്നായിട്ട് ഓതാൻ സമ്മതിക്കൂല, അപ്പൊ തെറ്റിക്കും. ഇനി മൂപ്പരെ പേരറ്റ് പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണോ? അല്ലാഹു അഅലം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാലോ. അത്രയ്ക്ക് വലിയ പോരിശയുള്ള ഈ ശൈഖുനാക്ക് ആയത്തൊന്നും തെറ്റൂലേ? ശിഷ്യ, മിസ്റ്റർ ശിഷ്യ, നിങ്ങളുടെ ശൈഖുനാക്ക് ഇങ്ങനെ ആയത്തൊന്നും തെറ്റിയിട്ടില്ലേ? വലിയ കറാമത്തല്ലേ? എൻ്റെ തെറ്റിയിട്ടില്ല. ഞാൻ തെറ്റി ഓതിയിട്ടില്ല. ആവശ്യമുള്ളത് പറഞ്ഞതാണ്. അതേ അവസരത്തിൽ അതാ ഇയാൾ ഓതുമ്പോൾ തെറ്റുന്ന ചില ഉദാഹരണങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കിക്കോളൂ. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് അയാൾ ആയത്ത് ഓതുമ്പോൾ കാന്തപുരം ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്, ഏത് പേജിലാണ് എന്ന്
ആ കാസറ്റ്, ആ CD എഡിറ്റ് ചെയ്തിട്ടുള്ള അവർ തന്നെയാണ് മുസ്ഹഫ് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിച്ചോളൂ. ഖുർആൻ കാണിക്കുന്നത് ആരാ? മുജാഹിദീങ്ങൾ കാണിക്കല്ല. അത് ജിദ്ദയിൽ നിന്നാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ജിദ്ദയിലെ ഇവരുടെ സെന്ററിൽ നിന്ന് എഡിറ്റ് ചെയ്ത കാസറ്റിൽ അവർ തന്നെ ഈ ആയത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ ഖുർആൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആയത്തിന്റെ പേന വെക്കുന്നത് ഒരു ഭാഗത്ത്, മൂപ്പരിങ്ങനെ ഓതിപ്പോണത് വേറെ കാര്യങ്ങൾ. കേട്ടോളൂ, ആരാ? വലിയ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിച്ചില്ലേ? ചാടിക്കളിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടോളിൻ, എന്താ കറാമത്ത്. അല്ലാഹു പറയുന്നു കണ്ടോ? അൽഖി അസാക യാ മൂസ. അവിടെ എന്താ ഉള്ളത് നിങ്ങൾ കണ്ടില്ലേ? ഇനിയുണ്ട്. അടുത്തത് വരട്ടെ. നബി പറയുന്ന റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. നബി പറയുന്ന റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഇനിയുണ്ടോ? മക്കം ഫത്ഹ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر وليتم نعمته عليك ويهديك الله سبحانه وتعالى ورنه إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر وليتم نعمته عليك ويهديك الله صراطا مستقيما. കണ്ടില്ലേ? അത്ര മതി. ഇനിയും ധാരാളമുണ്ട്. ഇതൊന്നും ആരും പിടിക്കാറില്ല. അതൊക്കെ സ്വാഭാവികമാണ്, സംഭവിച്ചു പോകും. പക്ഷെ എൻ്റെ തൊട്ട് തെറ്റിയിട്ടില്ല, തെറ്റിപ്പോകാം, സാധ്യതയുണ്ട്. മനുഷ്യനല്ലേ പാരായണം ചെയ്യുന്നത്. അതെടുത്തിട്ട് വേറൊരാളെ കറാമത്താന്ന് പറയാന്ന്. പിന്നെ വലിയ കറാമത്തുള്ള ഹോജന്റെ കറാമത്തൊന്നോന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കാണിച്ചത്. ഇനിയും എമ്പാടുണ്ട്. ഇത് കുറച്ചൊന്നുമല്ല, അതിന് സമയം കളയണ്ടല്ലോ എന്ന നിലക്കാണ്. ഒന്നും വലിയൊരു കാര്യമല്ല, ആരും അങ്ങനെ ചെയ്യലില്ല. ഇവിടെ പിന്നെ നമ്മൾ ചിലതൊക്കെ തെറ്റിയത് കാണിക്കാൻ എന്താ കാരണം? ഇയാൾ നമ്മളുടെ ഒരു വായനാ തെറ്റ് പണ്ട് പിടിച്ചോണ്ടാ അപ്പൊ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ തന്നെ നന്നാവല്, അങ്ങനെ തന്നെയാ നന്നാവല്. നന്നായി വരും നിങ്ങൾ. ഇനി സുഹൃത്തുക്കളെ, മുജാഹിദിനെ പറ്റി വലിയ ആരോപണം എന്താണെന്നോ? മുജാഹിദീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാ? മുജാഹിദികൾ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പരലോകത്ത് കഷ്ടപ്പെടുകയാണത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതുകൊണ്ട് നബിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രക്ഷമില്ലായിട്ട് ഇങ്ങനെ ഇടങ്ങേറായിട്ടിരിക്കുകയാണ്. അങ്ങനെ മുജാഹിദിന്റെ ദുആ കാത്തിരിക്കുകയാണ് അല്ലാഹ് എന്ന് പരിഹസിക്കുന്നില്ലേ പേരോടെ നിങ്ങൾ? ഇത് ഇസ്ലാമികമായ ആശയമാണോ നിങ്ങളെ പറയുന്നത്? എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ഏത് പുസ്തകങ്ങളിലും നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മുടെ പ്രാർത്ഥന കിട്ടിയിട്ടില്ലെങ്കിലും, നമ്മുടേതായ അപേക്ഷ അള്ളാഹുവിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിക്ക് റബ്ബ് ധാരാളം കൊടുത്തിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതാ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, നിങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ടല്ലോ അവിടെ. ധാരാളം നൽകിയിരിക്കുന്നു. ഹൗദുൽ കൗസർ അടക്കമുള്ള ഒരുപാട് നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമല്ലേ. അതേപോലെ തന്നെ അവിടുത്തേക്ക് തൃപ്തിയാകുന്നത് വരെ നൽകും എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തരും നബിയേ, ധാരാളം നിങ്ങൾക്ക് തൃപ്തിയാകും നബിയേ എന്നിങ്ങനെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ലേ? ഇതൊക്കെ വിശ്വസിക്കുന്നവരല്ലേ മുജാഹിദുകൾ? എന്നിട്ട് ഇയാൾ ഇവിടെ വന്നുകൊണ്ട് പറയുന്നു, മുജാഹിദ് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നബിക്ക് രക്ഷയില്ല. അപ്പൊ നമ്മൾ മുജാഹിദീങ്ങൾ തേടിയിട്ട് വേണം. ഒന്ന് തേടിയാൽ വലിയ ഗുണം കിട്ടുന്നൊരു കക്ഷി. അങ്ങനെ നബി ഇവരോട് ആവശ്യപ്പെട്ട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി സലാത്ത് ചലനം കേട്ടോ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന നിലക്ക് എന്ന് കള്ളം പറയുകയല്ലേ. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നോ? അൽമനാറിലുണ്ട് പോലും എന്ത്?
എന്താ അൽമനാറിൽ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത് എന്ന് ഒരു ലേഖനത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ചിരിക്കുകയാണ്. എന്താണ് ആ അൽമനാറിൽ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, ഈ ലേഖനത്തിന്റെ അവസാനത്തിന്റെ തൊട്ട് മുമ്പ് കാണാം, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്ത് ഒരാളെ സ്വർഗത്തിൽ പോവുമെങ്കിൽ അത് താനായിരിക്കുമെന്ന് അവിടുന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. സകലതും അവിടുത്തേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്, സകലതും അവിടുത്തേക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള റസൂലിന് രക്ഷയും സമാധാനവും കിട്ടാൻ ശുപാർശ ചെയ്യുന്ന നമ്മുടെ സ്ഥിതി എന്ത്? പാപികളും പാപങ്ങളും അത്രേ നാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ആദ്യമായി നാം രക്ഷപ്പെടണം, എങ്കിലേ നമ്മുടെ സ്വലാത്ത് സ്വീകാര്യമാവൂ. രക്ഷപ്പെടാത്തവരുടെ രക്ഷാപ്രാർത്ഥന പാഴ്വേലയാണ്. നമ്മുടെ രക്ഷക്കായി എത്രയും എത്രയും ദുആ ചെയ്യണം. അതിനിൽ ഗുണവും ഫലവും ഒന്നാമതായി നമുക്കാണ്. അപ്പൊ നമുക്കാണ് സ്വലാത്ത് കൊണ്ടുള്ള ഗുണം. പിന്നെയോ റസൂലിന് വേണ്ടിയുള്ള കാരുണ്യാർത്ഥന നമുക്ക് കൂടി ഗുണം കിട്ടുന്നതാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുമുണ്ട് എന്നിങ്ങനെ അൽമനാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടാ തെറ്റിദ്ധരിപ്പിച്ചത് നബിക്ക് പരലോക രക്ഷയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇനി ഇവർ ചോദിച്ചിട്ട് വേണം പോലും എന്ന്. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് നിങ്ങളും അർത്ഥം എഴുതിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്ക് അങ്ങേക്ക് രക്ഷയുണ്ടാകട്ടെ. നബി എന്താ രക്ഷ കിട്ടാതെ നടക്കുകയാണോ? നിങ്ങളുടെ രക്ഷയുടെ പ്രാർത്ഥന വേണോ റസൂലുള്ളാഹിക്ക് എന്ന് അങ്ങോട്ടും നമുക്ക് ചോദിച്ചുകൂടെ? അതാ നിങ്ങളുടെ പാഠപുസ്തകമാണ് കാണുന്നത്, ദുറൂസുൽ ഇസ്ലാം, 3ാം ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളതിന് അർത്ഥം കൊടുത്തത് കേൾക്കണ്ടേ? നബിയേ, അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും അനുഗ്രഹവും കരുണയും ഉണ്ടാവട്ടെ. അല്ലാഹുവിൻ്റെ രക്ഷ എന്തേ? നിങ്ങൾ വേർന്നിട്ട് വേണോ അല്ലാഹുവിന്റെ റസൂലിന് രക്ഷ കിട്ടാൻ? നിങ്ങൾ ദുആ ചെയ്തിട്ട് വേണോ അല്ലാഹുവിന്റെ റസൂലിന് അനുഗ്രഹം കിട്ടാൻ, കരുണ കിട്ടാൻ? അപ്പൊ ഈ ഒരു പദം പിടിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട എന്നാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതാ പറയുന്നത് എന്താണെന്നോ, നാരിയ സ്വലാത്ത്, നാരിയത്തിന് സ്വലാത്തിനെ ഇതാ മുജാഹിദുകൾ എതിർക്കുന്നു. എന്നാൽ നാരിയത്ത് സ്വലാത്തിലുള്ള ആശയത്തെക്കാൾ കടുപ്പപ്പെട്ട ആശയമുള്ള സ്വലാത്ത് അതാ ശാഫി ഇമാം അവിടുത്തെ അർരിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് മൂപ്പര് വായിച്ചിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. എന്താ പറയുന്നതെന്നോ, ഫസല്ലല്ലാഹു അലാ നബീന കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ലാ അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീന അഫ്ളല വഅക്സറ വഅസ്കാ മാ സല്ലാ അലാ അഹദിൻ മിൻ ഖൽഖിഹി വസക്കാനാ വഇയ്യാകും ബിസ്സലാത്തി അലൈഹി അഫ്ളല മാ സക്കാ അഹദൻ മിൻ ഉമ്മത്തിഹി ബിസ്സലാത്തിഹി അലൈഹി വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാഹുല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അമ്മൻ നുർസില ഇലൈഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ പിടികൂടുന്ന ഭാഗം കേട്ടോ. ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലകാ വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇതങ്ങ് വായിച്ചിട്ട് മൂപ്പര് പറയാണ്, ഷാഫി ഇമാം മുശ്രിക്കാണോ മൗലവി? ഷാഫി ഇമാം തെറ്റുകാരനാണോ മൗലവി? നിങ്ങൾ പറയും പോലെ ഷാഫി ഇമാം ഉദ്ദേശിച്ചിട്ടില്ല. എന്താ ഇതിൽ പറയുന്നതെന്നോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നഹു നിശ്ചയമായും റബ്ബ് സുബ്ഹാനഹു അൻഖദനാ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബിഹി യാ റസൂൽ മുഖേന മിനൽ ഹലകതി നാശത്തിൽ നിന്ന് അല്ലാഹു റസൂല് മുഖേന നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം നമുക്കറിയില്ലേ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായി, വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ.
നിങ്ങൾ നരകത്തീയുടെ വക്കിലായിരുന്നല്ലോ, അങ്ങനെ അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലേ എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു റസൂലായി അയച്ചതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ദീന് പഠിപ്പിച്ച് ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് അവർ നാശത്തിലേക്ക് ചെന്ന് ചാടുന്നതില്ലെന്ന് അവരെ റസൂല് മുഖേന റബ്ബ് രക്ഷപ്പെടുത്തിയല്ലോ. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായത്തിൽ നമ്മെ അവൻ പെടുത്തിയല്ലോ. അതൊക്കെ എങ്ങനെയാണ്? ദാഇനീന ബിദീനിഹി അല്ലദി ഇർതദാ വസ്തഫാ ബിഹി മലായികതഹു വമന്നൻ അലൈഹി മിൻ ഖൽഖിഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പിടികൂടുന്ന ഭാഗം ഞാൻ പറയട്ടെ. ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ എന്നിങ്ങനെ പറയുന്നു. എന്താണ് അവിടെ പറയുന്ന ഉദ്ദേശം? ആ ദീനനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഒട്ടേറെ നിഅമത്തുകൾ ഇവിടെ ലാഹിറായ നിലക്കും അഥവാ പ്രത്യക്ഷമായ നിലക്കും അതേപോലെ തന്നെ പരോക്ഷമായ നിലക്കുമുള്ള ഒരു നിഅമത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതിലൂടെ നമുക്ക് ദീനിലും ദുനിയാവിലും കുറേ ഹല്ലുകൾ ഓഹരികൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് വിഷമങ്ങളായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് തട്ടി നീക്കപ്പെടുന്നുണ്ട് ദുനിയാവിലും ആഖിറത്തിലും. അതിനൊക്കെയും ശ്രദ്ധിച്ചോ. ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണക്കാരനായിട്ടല്ലാതെ. ശരിയല്ലേ സുഹൃത്തുക്കളെ? ആർക്കാണ് തർക്കം? ഈ ലോകത്ത് ഇന്ന് മുസ്ലിമീങ്ങളതാ നരകത്തിലേക്ക് ചാടിപ്പോകാതെ യഥാർത്ഥമായ നിലക്കുള്ള വിശ്വാസത്തിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് വരാൻ കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റബ്ബ് നിയോഗിച്ചത് തന്നെയല്ലേ? ആ റസൂലിനെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചത് കൊണ്ട് തന്നെയല്ലേ മനുഷ്യനിവിടെ തെമ്മാടിത്തം ചെയ്യാതെ കുഫറിലേക്ക് പോകാതെ ശിർക്കിലേക്ക് എത്തിപ്പെടാതെ നേരിന്റെ മാർഗത്തിലൂടെ ജീവിക്കുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഹല്ലുകൾ കിട്ടുന്നില്ലേ? വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് ഒക്കെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരണം തന്നെയല്ലേ? അൽ ഖായിദു ഇലാ ഖൈരിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? നന്മയിലേക്ക് നയിക്കുന്നു. വൽഹാദി ഇലാ റുഷ്ദിഹാ അസ്സായിദു അനിൽ ഹലക, വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യന്മാര് ഹലാക്കിലായി പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന നബി. അതെങ്ങനെയാ സംരക്ഷിക്കുന്നത്? മനുഷ്യന്മാർ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എൻ്റെ ഉദാഹരണം. ഒരാളതാ ഒരു സ്ഥലത്ത് ഒരു തീ കത്തിക്കുന്നു. ആ തീ കത്തിക്കുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഭംഗി കണ്ടിട്ട് അതിലേക്കതാ ഒന്നും ചിന്തിക്കാതെ ഈയാമ്പാറ്റകൾ ഇങ്ങനെ വന്ന് ചാടി വീണ് മരിക്കുന്നു. ആ സമയത്ത് അതാ ആളുകൾ ഇങ്ങനെ അതിലേക്ക് പോകുമ്പോൾ അതിലേക്ക് പോകല്ല ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ടിനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് വലിച്ചിടുന്നു. അതാണ് എൻ്റെ ഉപമ എന്ന അർത്ഥത്തിൽ ഹദീസുകൾ നമുക്ക് കാണാമല്ലോ. അങ്ങനെ നരകത്തിയിലേക്ക് ഓടിയെടുക്കുന്ന സർവ്വ മനുഷ്യന്മാർക്കും നേരിന്റെ മാർഗം എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ആ നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഹലാക്കിലേക്ക് പോകുന്നതില്ലെന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളെ സംബന്ധിച്ച് വമവാരിദി സൗഇ ഫീ ഖിലാഫിർ റുശ്ദി അൽ മുനബ്ബിഹു ലിൽ അസ്ബാബില്ലതി തൂരിദുൽ ഹലക, നാശം വന്നു ഭവിക്കാനുള്ള ഏതൊക്കെ സംഗതികളുണ്ടോ അതിലേക്കൊക്കെ വഴിവെക്കുന്ന കാരണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഉണർത്തുന്ന നബിയല്ലയോ അൽ ഖായിമു ബിൻ നസീഹത്തി ഫിൽ ഇർശാദി വൽ ഇൻദാരി ഫിഹാ. ഈ വായിച്ച ഏത് വരിയിലാണ് നിങ്ങൾ നാരിയ സലാത്തിൽ പറയും പോലെയുള്ള വിശ്വാസമുള്ളത്? തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഷാഫി ഇമാം മുശ്രിക്കാണല്ലേ സലഫി? ഷാഫി ഇമാം തെറ്റിപ്പോയിട്ടുണ്ടല്ലേ സലഫി? ഇല്ല, ഷാഫി ഇമാം പറഞ്ഞതിൽ തെറ്റില്ല. നിങ്ങൾ ചൊല്ലുന്നല്ലോ തൻഹല്ലു ബിഹിൽ ഉഖദു, ബുദ്ധിമുട്ട് നീങ്ങുന്നത് നബി മുഖേനയാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്?
കുറവ് നീങ്ങുന്നത് നബി മുഖേനയാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നാം ഇന്നൊരു അപകടത്തിൽ പെടുമ്പോൾ നബിയേ എന്നെ രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആണോ? അതെന്താണ് നിങ്ങളതുകൊണ്ട് ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായി ഒന്ന് വിശദീകരിച്ചേക്കൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വചനങ്ങളിൽ ഒന്നും തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്ന വാചകങ്ങളില്ല. അത് നീട്ടി വലിച്ച് ദുർവ്യാഖ്യാനിച്ചതാണ് കേട്ടോ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നോ? പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, മക്കയിലേക്കും മദീനയിലേക്കും നിങ്ങൾ ചൂണ്ടുന്നല്ലോ. നിങ്ങൾക്കെന്താ മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടാൻ അർഹതയുള്ളത്? മക്കയിലും മദീനയിലുമൊക്കെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥനയുണ്ടോ എന്ന് ഞാൻ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. അപ്പോഴോ മറുപടിയായിട്ട് എൻ്റെ മുമ്പിൽ തൊഹഫയിൽ നിന്നുള്ള ഒരു ഇബാറത്ത് വായിച്ചു. തൊഹഫയിൽ നിന്നുള്ള ഇബാറത്ത് വായിച്ചിട്ട് പറഞ്ഞു, അതിങ്ങനെ അവിടെ കൂട്ടപ്രാർത്ഥനയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് വായിച്ചപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ആ വാചകം കൃത്യമായി വായിച്ചിട്ട് പറഞ്ഞു, ഇതിലെവിടെയാണ് മുസ്ലിയാരെ മസ്ജിദുൻ നബവിയിൽ വെച്ച് കൂട്ടപ്രാർത്ഥന നടത്തിയെന്ന് രേഖ എവിടെയാണ് എന്ന് ചോദിച്ചിരുന്നു. അതിന് മൂപ്പര് മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചെയ്തതെന്നോ ഞാൻ ആ കൂട്ടത്തിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞതെന്നോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ ഫിഖ്ഹിന്റെ ഇബാറത്ത് നോക്കുമ്പോൾ, തൊഹഫയുടെ ഇബാറത്ത് നോക്കുമ്പോൾ, അതേപോലെ തന്നെ ഫിഖ്ഹിലെ മറ്റു ഇബാറത്തുകൾ നോക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. അതെന്താണെന്നോ, ആ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്, ഇമാമിന് സുന്നത്താക്കപ്പെടും ഇദാ സല്ലമാൻ യഖൂമ മിൻ മുസല്ലാഹു, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാം നിസ്കാര സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണം. ഇദാലം യകുൻ ഖൽഫഹു നിസാഉൻ, അയാളുടെ പിന്നിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ എഴുന്നേൽക്കണം. പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ ആ പെണ്ണുങ്ങൾ പിരിഞ്ഞു പോകാൻ വേണ്ടി ഇമാം വെയിറ്റ് ചെയ്യണം. ഇത് മുപ്പര് വായിച്ച അതേ ഇബാറത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതേപോലെ തന്നെ പല കിതാബുകളിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്, ശർഹുൽ മുഹദ്ദബിലുണ്ട്, അങ്ങനെ പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഫിഖ്ഹിന്റെ ഇബാറത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടല്ലോ എന്ത്? പെണ്ണുങ്ങളും പള്ളിയിലുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ മുപ്പരെന്താ പറഞ്ഞതെന്നോ? രസകരമായൊരു മറുപടിയാ പറഞ്ഞത്. എന്താ മൗലവി, ഇയാൾക്ക് കേൾക്കുമ്പോഴേക്ക് പെണ്ണ് എന്ന് കേൾക്കുമ്പോഴേക്ക് കിട്ടിപ്പോയി എന്ന നിലയാക്കാണ് മൂപ്പര് വിചാരിച്ചത്. അത് പള്ളിയിലാണ്. ആരാ മൗലവി നിങ്ങളോട് പറഞ്ഞത്? അത് പൊരിന്ന് നിസ്കരിക്കണ മസലയും പണ്ഡിതന്മാര് പറയാറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുണ്ട് മറിയുന്ന രസാവഹമായ വ്യാഖ്യാനം ഒന്ന് കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൗലവി ഇവിടുന്ന് പറയാണ്, ഇതാ നമ്മളൊരു ഫിഖ്ഹിന്റെ കിതാബ് വായിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങൾ ബാക്കിൽ ഇല്ലെങ്കിൽ ഇമാം എഴുന്നേൽക്കണമെന്നുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ലേ? മൗലവി പറയാ, എന്റെ മൗലവി, അത് പള്ളിയിൽ അന്യ പുരുഷന്മാരോട് കൂടെയാണ് ആ കിതാബിലുണ്ടോ? പൊരേന്ന് നിസ്കരിച്ചൂടെ ബാപ്പക്കും ഉമ്മക്കും ഭാര്യക്കും മക്കൾക്കൊക്കെ ഒന്നായിട്ട്? അപ്പോഴുള്ള മസ്കലയും പറയൂലേ ഇമാമിങ്ങള്? പക്ഷെ മൂപ്പരെന്ത് പെണ്ണ് കാണുമ്പോഴേക്ക് കിട്ടിപ്പോയി, മനസ്സിലാക്കി, കിട്ടിപ്പോയി പള്ളിയിലേക്ക് ഒരു തെളിവ്. നിങ്ങൾക്ക് ഫിഖ്ഹിന്റെ കിതാബ് മനസ്സിലാക്കാനുള്ള വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ? അതില്ലാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി? ഞങ്ങൾ ആരോഗ്യങ്ങളാണോ ഉത്തരവ്? നിങ്ങൾ മനസ്സിലാക്കി, കിഴൻ ഉസ്താദിന് കിതാബ് മനസ്സിലാവൂല, ഇ കെ ഉസ്താദിന് മനസ്സിലാവൂല, കണ്യത്ത് ഉസ്താദിന് മനസ്സിലാവില്ല, ഉള്ളാർന്നേക്ക് മനസ്സിലാവൂല, എ പി ഉസ്താദിന് മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ആളാര്? മനസ്സിലാവുന്ന ആൾ ഹുസൈൻ സലഫി. അവർക്കൊന്നും മനസ്സിലാകാത്ത തൊഹഫ മനസ്സിലാകുന്നത്, നിഹായ മനസ്സിലാകുന്നത്, ഫതുൽ മനസ്സിലാകുന്നത് ഹുസൈൻ സലഫിക്ക്. അത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടുമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടുന്നു മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞത് അത് പള്ളിയിലെ കാര്യമല്ലാണ്, പൊരയിലത്തെ കാര്യമാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ ഇവിടെ വായിച്ച ഇബാറത്തിലുണ്ട്, വലൗബിൽ മസ്ജിദിൻ നബവി എന്ന് പറഞ്ഞിട്ടാ വായിച്ചത്. മസ്ജിദുൻ നബവി വീടാണോ? തന്നെയുമല്ല, ഇമാം എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നാ ഫിഖ്ഹിന്റെ കിതാബുകളിലുള്ളത്. എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിൽ പിന്നെ എന്താ അയാൾക്ക് സുന്നത്ത്? വലതുഭാഗം മഅ്മൂമീങ്ങളുടെ നേരെയും ഇടതുഭാഗം ഖിബിലയുടെ നേരെ എന്നും ചില കിതാബുകളിൽ മെഹ്റാബിന്റെ നേരെ എന്നും കാണാം. മെഹ്റാബ് വീട്ടിലാണോ? പേരോടെ വീട്ടിലെവിടെയാ മെഹ്റാബ് ഉള്ളത്? മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതാർക്കും ചിന്തിച്ചാ മനസ്സിലാകൂലേ? പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു നിയമം പറഞ്ഞു തന്നെ എന്തിനാണെന്നറിയാമോ? ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോയാൽ
പെട്ടെന്ന് പുറത്തിറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വഴിയിൽ ഇഖ്തിലാത്തുണ്ടാകും, കൂടിക്കലരുണ്ടാകും. അതൊഴിവാക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊന്ന് പോകുവോളം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ കലരാതിരിക്കാനാണ് ഇത് നബി തങ്ങൾ പറഞ്ഞത് എന്ന നിലക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പണ്ഡിതന്മാര് തെളിവായിട്ട് കൊടുത്തത് അതാണ്. ഏത് കേട്ടോ, ശറഹുൽ മുഹദ്ദബിൽ നിന്ന് വായിക്കട്ടെ. واستدل الشافعي والصحاب بالحديث الذي ذكره المصنف عن أم سلمة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا سلم قام النساء حين يقضي تسليمه ومكث يسيرا كي ينصرفن قبل أن يدركهن أحد من القوم. ഷാഫി ഇമാമും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും ഈ ഹദീസാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്. ഏത് ഹദീസ്? മുസന്നിഫായ അബൂ ഇസ്ഹാഖ് ശിറാസി പറഞ്ഞിട്ടുള്ള ഹദീസ്. അതെന്താ ഹദീസ് എന്നോ, ഉമ്മു സലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സംഭവമാണ്. അവര് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എഴുന്നേൽക്കും സലാം വീട്ടിയ ഉടനെ. കാരണം എന്താ? നബി അവിടെ കുറച്ചു നേരം ഇരിക്കും. കൈ അൻസരിഫിന, പെണ്ണുങ്ങൾ പിരിഞ്ഞു പോകാൻ വേണ്ടി. ഖബലൻ യുദ്രികഹുന്ന അഹദും മിനൽ ഖൗം, നബിയുടെ ബാക്കിൽ നിസ്കരിച്ച ആളുകൾ ആ പെണ്ണുങ്ങളുമായി കൂടിക്കലരാതിരിക്കാനും കണ്ടുമുട്ടാതിരിക്കാനും വേണ്ടി എന്നിങ്ങനെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ ഫുഖഹാക്കൾ ഈ നിയമം പറയുന്നത് തന്നെ. ഇതിൽ നിന്ന് മനസ്സിലായിക്കൂടെ ഇത് പൊരിയുന്ന വാപ്പിയും മക്കളും ഭാര്യയും ഭർത്താവും നിസ്കരിക്കണ മസലയല്ലാന്ന്? ബാപ്പയും മക്കളും അന്യരാണോ? ഭർത്താവും ഭാര്യയും കൂടി നിസ്കരിക്കുമ്പോൾ അന്യരാണോ? ഇയാൾക്ക് എന്തു പറ്റിപ്പോയി? ഇപ്പൊ പരീന്ന് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഇമാമ്, ഭാര്യയുണ്ട് മൗമൂമ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ നോക്കുക, ഓള് പോയോ, എനിക്ക് ഇവിടുന്ന് നീക്കാൻ, ഓള് പോയോ? ആ കുറച്ച് കഴിയുമ്പോൾ ഓള് പോയിട്ട് ഓള് കയറിയതിലേക്ക് ഓളെ റൂമിലേക്ക്. ഓള് പോയി, നീ ആ നീക്ക. മൂപ്പര് അവിടുന്ന് ഉടനെ എഴുന്നേറ്റ് മൂപ്പരും കയറി. എവിടേക്കന്നെ? അവള് പോയ റൂമിൽ തന്നെ. നല്ല മസല കേട്ടോ, നല്ല മസലല്ലേ? ആർക്കും മനസ്സിലാവില്ലേ സുഹൃത്തുക്കളെ? ഇത് പൊരിയുന്ന ബാപ്പിയും മക്കളും ഭർത്താവും ഭാര്യയും കൂടി നിസ്കരിക്കുമ്പോഴുള്ള മസലയല്ല. ഇത് അന്യ സ്ത്രീ പുരുഷന്മാര് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കുന്ന അവിടുത്തെ നിയമം തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണോ? എന്നിട്ട് എന്നോട് പറയാ, കിയണ ഉസ്താദിന് ഫിഖ് തിരിയില്ല, ശംസുലുലമക്ക് ഫിഖ് തിരിയില്ല. അതൊക്കെ നാദാപുരത്തെ നമ്പറാ. കട്ടുപ്പാറ പോയപ്പോ കിയനാന്ന് കേട്ടില്ലല്ലോ. എന്തേ? അവിടെ കിയനാ ശിഷ്യന്മാരില്ല, അധികല്ലേ. അപ്പൊ അവിടെ വല്ലാതെ പറയണില്ല. ഓരോ സ്ഥലത്തേക്കനുസരിച്ച് ആ പണ്ഡിതന്മാരെ പേര് പറയല്. അവിടെ ആർക്കാ സ്വീകാര്യത നോക്കുന്നത്, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അത് പറയും. എന്നിട്ട് നിങ്ങളുടെ ആ തട്ടിപ്പൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാർക്കും മനസ്സിലാകും. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളയിടത്താണ് ആ പറയുന്നത്. വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോ അവിടെ തന്നെയല്ലേ ഉമ്മയും മകളും ഭർത്താവും ഭാര്യയും ബാപ്പയും മക്കളും ഒക്കെയുള്ളത്. എന്നിട്ട് അവിടുത്തെ മസലയാണ്. ആർക്കും മനസ്സിലാവൂല ഇതൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്, ഇയാൾ നമ്മളോട് ഭയങ്കര വെല്ലുവിളി കഴിഞ്ഞ പ്രസംഗത്തിൽ, മുമ്പത്തെ പ്രസംഗത്തിലേ എന്താണെന്നറിയോ, സാദുൽ മആദ് എന്നൊരു കിതാബ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് ചോദിച്ചു, കൂട്ടപ്രാർത്ഥന ഇല്ലാന്നോ? ഞാൻ തെളിയിച്ചു തരാ, കൂട്ടപ്രാർത്ഥന ഇല്ലാന്നോ? ഇതാ കിതാബ് സാദുൽ മആദ്. എന്നിട്ട് പറയാണ് ഭയങ്കര വെല്ലുവിളി, ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റൂല. ആൺകുട്ടികളുണ്ടോ? എന്റെ മുമ്പിൽ വരാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വയനാട്ടിൽ കോണ ശൈലിയിൽ ഭയങ്കര വെല്ലുവിളി. ഭയങ്കര ആവേശത്തിലാണല്ലോ പറയാണ്. ഇയാളെന്ന് പറയുന്നുണ്ട് വയനാട്ടിക്ക് പോകുമ്പോ ഭയങ്കര ആവേശിരിക്കുന്നു, വരുമ്പോഴോ അങ്ങോട്ട് പോകുമ്പോ എവിടേക്കാ? അസ്സലാമു അലൈക്കും, വയനാട്ടിക്കാ. ഇങ്ങോട്ട് വരുമ്പോഴോ അസ്സലാമു അലൈക്കും. അങ്ങോട്ട് ഉറക്കെ പറഞ്ഞാലും വലൈക്കും സലാം. എവിടുന്നേര്? വയനാട്ടിൽ നിന്നാ. അക്കോലത്തിലാ മൂപ്പര് ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത്. സാദുൽ മആദ് ഇങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് മൂപ്പരേക്ക് ആൺകുട്ടികളുണ്ടോ വരാന്നൊക്കെയാണ് പറഞ്ഞ്. നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത്, ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. എന്തേ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വാങ്ങിക്കാൻ കാണാഞ്ഞത്? ആ കൊടുത്ത മറുപടിയും അന്ന് അയാൾ പറഞ്ഞതും അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. പറഞ്ഞിട്ടില്ല അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ? എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ.
ആൺകുട്ടികളുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തിന്? ഇത് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പേരോടിനോട് ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാം നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് വിനയത്തോടുകൂടി വെല്ലുവിളിക്കുന്നില്ല, ബെല്ലടിക്കുന്നു. ബെല്ലടിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? കണ്ടോ, ശ്രദ്ധിച്ചില്ലേ? ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത്. ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും പറയണേക്കില്ല. അപ്പൊ ആ കിതാബിന്റെ വർത്താനം തന്നെയല്ല. എവിടേക്ക് പോയി ആ സാദുൽ മആദ്? എവിടെ പോയി നിങ്ങളുടെ ശൗര്യം? പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ? എവിടെ പോയി? സാദുൽ മആദ് ഇപ്പോഴും ചോദിക്കണേ. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിനെ കുറിച്ചാ ഇപ്പോഴും ചോദ്യം. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിൽ നിങ്ങൾ വായിച്ച ഇബാറത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇമാമ് തിരിഞ്ഞിരുന്ന് മഅ്മൂമുകളുമായി കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണെന്ന് ആ കിതാബിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇപ്പോഴും ആവർത്തിക്കുന്നു. സാധ്യമാണെങ്കിൽ കാണട്ടെ. ഇത് വെറുതെ കള്ളക്കരച്ചിൽ നടത്തിയ കട്ടുപ്പാറ പോയിട്ട് സാധ്യമാണോ ചോദിച്ചാൽ ആൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൺകുട്ടികളെ പറ്റൂല കട്ടുപ്പാർക്ക് വരാന്ന്. നമ്മൾ ഷാർജയിലല്ലേ? ഇതാണോ ചെയ്യേണ്ടത്? ഇനി സുഹൃത്തുക്കളെ മൂപ്പരോട് അപ്പൊ കണ്ടോ, സംഗതി മനസ്സിലായില്ലേ? ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളി. അപ്പൊ കേൾക്കുന്നവർക്കൊന്നുമില്ല, ആ ശരിയെന്നെ ടൈല ഉണ്ടാവും. അപ്പറഞ്ഞ വിഷയത്തിലാണോ അത് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നു. ആവർത്തിച്ച് ഉണ്ടെങ്കിലൊന്ന് പറയുന്നെടുത്ത പ്രസംഗത്തില് ആ പറഞ്ഞ വിഷയത്തിൽ തന്നെയാണെന്ന് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറയും. കാണാം മറുപടി ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ നോക്കിക്കോ. പിന്നെന്താ പറഞ്ഞെന്നറിയോ? നമ്മളൊന്ന് പറഞ്ഞു, ഇത്രയൊക്കെ വലിയ പുണ്യം നിങ്ങൾ പറയണേ, ഈ കൂട്ടപ്രാർത്ഥന ഉണ്ടല്ലോ, നിങ്ങളെ കാന്തപുരം ഈ അറബികളെ കണ്ടപ്പോ നടത്തിയില്ലല്ലോ, മൂപ്പര് പെട്ടെന്ന് എഴുന്നേറ്റ് പോയല്ലോ. അങ്ങനെ ഹസൻ സഖാഫി അല്ല വേറൊരു ഹുദവി അതിനെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗവും ഞാൻ കേൾപ്പിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയണേ, മൂപ്പരയും ഒരു തെറ്റ് പിടിച്ചാൽ എന്താ അറിയോ? അസറസ്കാര ശേഷം എന്നായി പറഞ്ഞു പോയത്. അസറസ്കാരത്തിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ നീറ്റുന്നു. അത് ഞങ്ങളെ തകരാറാ? പറഞ്ഞോരെ തകരാറല്ലേ? നിങ്ങൾ ഏത് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ എപ്പോഴൊക്കെ നിസ്കരിക്കണം ആർക്കറിയാം? ഏതൊക്കെ അവസരത്തിലാണ് ആർക്കറിയാം? നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കക്ഷികളല്ലേ ആ പറഞ്ഞത്, കുറ്റ്യാടിയിൽ വെച്ചല്ലേ പ്രസംഗിച്ചത്. അപ്പൊ മൂപ്പര് എന്നിട്ട് പറയണേ, അങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ ഞാനും നീറ്റ് പോലൊക്കെ ഉണ്ട്. തിരക്കുള്ള സമയത്ത് നീറ്റ് പോയിക്കോ, ആരാ പോകണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ലേ? ചെയ്താലേ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലതാ സ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. ചോദിച്ചു, എന്താ നബി അങ്ങനെ പോകാൻ കാരണം എന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വെള്ളി നാണയം അതല്ലെങ്കിൽ നാണയം ദിർഹം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അത് വിതരണം ചെയ്ത് തീർക്കാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയൊരു ദിർഹം വിതരണം ചെയ്ത് തീർക്കാനാണെങ്കിൽ, ദിർഹം കൊടുത്തു തീർക്കാനാണെങ്കിൽ, കാന്തപുരം എഴുന്നേറ്റത് ദിർഹം പോക്കറ്റിലേക്ക് വരാനല്ലേ? അതാ ചോദ്യം, അതാ വ്യത്യാസം. ഇപ്പുറത്ത് വട്ടുവെച്ച അറബിണ്ട്, മൂപ്പരെടുത്ത് ദിർഹം ഇങ്ങോട്ട് ഇട്ടാനാ. അള്ളാഹുവിന്റെ റസൂൽ നീറ്റ് പോയൊരു ദിർഹം ചെലവഴിക്കാനാ, നിങ്ങളോ അത് ഇങ്ങോട്ട് വാങ്ങാൻ. നല്ല ഉപമയായിട്ടുണ്ട് കേട്ടോ. അതുല്യനായ ഇത്രയും വലിയൊരു മഹാനായ പണ്ഡിതൻ വേറുണ്ടോന്നല്ലേ ചോദിച്ചു. ഞാൻ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ്, എന്നെ സംബന്ധിച്ച് ആർക്കും അതെങ്ങനെ, ഞാൻ എല്ലാവരേക്കാളും എനിക്ക് എൽമുണ്ട് എന്ന് പറഞ്ഞ പേരോടിനോട് വളരെ വിനീതമായി ചോദിക്കട്ടെ, മുസ്ലിയാരെ, നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞല്ലോ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? കേട്ടോളൂ. ഖൂമൂ ലിസയ്യിദിക്കും, ഖൂമൂ ലിസയ്യിദിക്കും എന്ന് ബുഖാരിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്, കട്ടുപ്പാറയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ആ രംഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളെ നേതാവതാ വരുന്നു, എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞത് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടെ സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എന്നാ പറഞ്ഞു കേട്ടോ. അപ്പൊ ബുഖാരിയും പെട്ടു, മറ്റുള്ളതും പെട്ടു. ഇനി ഇവിടുന്ന് പറഞ്ഞതോ? ബുഖാരിയിൽ ഹദീസ് ഉണ്ടേ മുജാഹിദേ, ഖൂമൂ ലിസയ്യിദിക്കും, റസൂൽ പറയുന്നു നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവീൻ എന്ന് സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ടേ. ബുഖാരിയിലില്ല.
ബുഖാരിയിൽ ഉണ്ടേന്നോ? നിങ്ങളാണ് തട്ടി വിട്ടാ മതിയോ? ഞാൻ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാ, ബുഖാരി കോതി കൊടുക്കുന്ന ആളാണ്, ഇങ്ങനെ പറഞ്ഞാ പോരാ. ബുഖാരിയിൽ നിങ്ങൾ പറഞ്ഞ ഖൂമൂലി സയ്യിദിക്കും എന്നുണ്ടെങ്കിൽ കാണിക്കണം. കട്ടുപ്പാറ പോയിട്ട് നുണ പറയാ, ഇവിടെ വന്നിട്ട് നുണ പറയേ, കാണിക്കും നിങ്ങൾ. ബുഖാരിയിൽ ഖൂമൂലി സയ്യിദിക്കും എന്ന ഒരു ഹദീസ് ഉണ്ടെങ്കിൽ കാണിക്കുക. വിനയത്തോടുകൂടി ചോദിക്കുകയാണ്, കാണിക്കണം നിങ്ങൾ. ബുഖാരിയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ പോരാ. ബുഖാരിയിൽ ഖൂമൂലി സയ്യിദിക്കും എന്ന ഹദീസ് നിങ്ങൾ കാണിക്കണം. അത്രേ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പം അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ശീലം പണ്ടേ ഉള്ളതാ. നിങ്ങൾ ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിൽ ഉണ്ട് എന്ന് പറയലുണ്ട്. ഞങ്ങൾക്ക് കുറെ കാലമായി കേൾക്കാനും കാണാനൊക്കെ തുടങ്ങിയിട്ട്. പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ വീക്കൂന്ന് കൊടുക്കല്ലേ? എത്ര സദസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കള്ള ഹദീസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്താ കൊടുത്തെന്നറിയോ? വീക്കൂന്ന്. എന്താ വീക്കൂന്ന് പറഞ്ഞാ? വിശുദ്ധ ഖുർആനാ സാധാരണ ഉദ്ദേശിക്കപ്പെടാറുള്ളത്. സുന്നി വോയിസിൽ കൊടുത്തില്ലേ? വിശുദ്ധ ഖുർആനിലില്ലാത്ത ആയത്ത് നിങ്ങൾ കൊടുത്തില്ലേ? അപ്പൊ എന്താ അതിനെ സംബന്ധിച്ച് പാലക്കുറ്റി മുഖാമുഖത്തിൽ വെച്ച്, കട്ടുപ്പാറയിലെ സ്റ്റേജിൽ വെച്ച് ഹുസൈൻ സലഫിയെ നാട്ടുകാർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കരച്ചിലെന്ന നാടകം അഭിനയിക്കാൻ കൂടെ കൂടിയ അലവിയില്ലേ? ആ അലവിയോട് പാലക്കുറ്റിയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അതാ മൂപ്പരെന്താ മറുപടി കൊടുത്തതെന്നറിയാമോ? അത് മൗലൈമാർക്ക് തിരിയാഞ്ഞിട്ടാണ്. വീഖു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്നല്ല, വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ്. വിശുദ്ധ ഖുദ്സി ഹദീസ്. അങ്ങനെ ഒരു വിശുദ്ധ ഖുദ്സി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഹദീസ് ഇല്ല. എന്നാൽ നിങ്ങൾ അതിപ്പോഴും ആ നിലയ്ക്ക് ഇപ്പൊ അതിനെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? ഇങ്ങനെ ഖുർആനിലില്ലാത്ത സംഗതിയല്ലേ പറയുന്നത്? വിവരം കെട്ട ഖുറാഫി എന്നതല്ലേ വളരെ ഫിറ്റ്. വീഖു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ബുഖാരിയുടെ പേരിൽ പിന്നെയും കളവ് പറഞ്ഞിട്ടില്ലേ? കാണുന്ന പുസ്തകം കണ്ടോ? സുന്നത്ത് ജമാഅത്ത് ഹദീസിൽ അംസക്കോയ ബാഖവി മുൻകൂരെഴുതിയ പുസ്തകമാണ്. ഇതിൽ കാണാം, ഉമർ കേട്ടോളൂ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ഇമാമിന്റെ കീഴിലായി റമദാൻ 30 ദിവസവും തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചതും. എവിടുന്നായി ഹദീസ്? ബുഖാരി 1-ാം വാള്യം 269 കിതാബുസ് സൗം. ചോദിക്കട്ടെ വിനയത്തോടുകൂടി, ബുഖാരിയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ സാധ്യമാണോ? ഇപ്പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു ഹദീസ് ബുഖാരിയിൽ നിന്ന്, കിതാബുസ് സൗമിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? വിനയത്തോടുകൂടി അതും ചോദിക്കുകയാണ്. ഇനി തീർന്നില്ല. നിങ്ങളുടെ മാളിയേക്കൽ സഖാഫിയില്ലേ, അയാൾ ഒരു പുസ്തകം, ഒരേ പുസ്തകം തന്നെ എത്രയോ പതിപ്പിറക്കിയില്ലേ? ആ പുസ്തകങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതിന് അർത്ഥം കൊടുത്തത് എന്താണ്? നിശ്ചയം സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ, അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അല്ലാഹുവിനെ അവർ എത്തിക്കുമെന്ന് ഓരോ പതിപ്പുകളും ഇറക്കിയപ്പോൾ എഴുതിയില്ലേ? ആ അർത്ഥത്തിലുള്ളവരായത്ത് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? എത്ര കളവുകളാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. എന്നിട്ടും പറയുന്നു മുജാഹിദുകൾ ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നവരാണെന്ന്. ആളുകൾക്ക് കാര്യം ബോധ്യമാകുമല്ലോ. പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, മക്കയിലേക്കും മദീനയിലേക്കും നിങ്ങൾ ചൂണ്ടാൻ നിങ്ങൾക്ക് എന്താ അർഹത എന്ന്. മക്കയും മദീനയുമൊക്കെ നിങ്ങൾക്ക് തെളിവ് പറയാൻ എന്താ യോഗ്യത എന്ന്. കാരണം മക്കയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഇമാമീങ്ങളൊക്കെ അവര് സ്കാരത്തിന്റെ മക്കയിലും മദീനയിലുമാകുന്ന ഹറമൈനുകളിൽ അവിടെ ഇമാമത്ത് നിൽക്കുന്ന പണ്ഡിതന്മാർ നിങ്ങൾ നേരത്തെ വളരെ ദുഷിച്ച മനുഷ്യനാണെന്നും ശൈത്താനാണെന്നും വളരെ രൂപത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്ത മനുഷ്യനാണെന്നും ഒക്കെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയത്തോട് താല്പര്യമുള്ള വഹാബികളാണെന്നല്ലേ നിങ്ങൾ
നിങ്ങൾ പറയാറുള്ളത്. ആ ഇമാമിങ്ങളെ തുടരാൻ നിങ്ങൾക്കതിന് സാധിക്കുമോ? അതേപോലെ മക്കയിലും മദീനയിലുമൊന്നും കൊടികുത്ത് നേർച്ചയില്ലല്ലോ, ആണ്ട് നേർച്ചയില്ലല്ലോ, ഖബറുകൾ വിളക്ക് കൊളുത്തലില്ലല്ലോ, കൂട്ടുപ്രാർത്ഥന ഇല്ലല്ലോ. അതേപോലെ കുറേ സംഗതികൾ അങ്ങ് പറഞ്ഞിരുന്നു. പിന്നെ എന്താ നിങ്ങൾക്ക് മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടാൻ അർഹത എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയാണ്, തെറ്റിദ്ധരിപ്പിക്കാണ്. എൻ്റെ നാട്ടിൽ പോയിട്ട് പറയാണ്, എട്ടുപ്പാറക്കാരോട് പറയാണ്, നിങ്ങളെ മൗലവിക്ക് എന്നെ പറ്റിയുള്ള വലിയ ആരോപണം ഞാൻ മക്കത്തേക്കും മദീനത്തേക്കും ചൂണ്ടിയതാണത്രേ. കണ്ടോ, മക്കത്തേക്കും മദീനത്തേക്കും അല്ല, പിന്നെ ഞാൻ എങ്ങട്ടാ ചൂണ്ടേണ്ടത്? അപ്പൊ എന്നെ പറ്റി പറയണ മൂപ്പര് മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിയത് എനിക്ക് വലിയ പ്രശ്നമായി. തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് മൂപ്പര് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മളോട് പറയുകയാണെന്ത്, മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിയതിന് നാം മൂപ്പരെ വിമർശിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ്. വിമർശിച്ചത് വേറെ രൂപത്തിലാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശേഷം മനസ്സിലാവുകയും ചെയ്യും. ആദ്യം അയാൾ പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങളെ നാട്ടുകാരൻ വന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ പേരോട് ചൂണ്ടുന്നത് മക്കയിലേക്കാണ് മദീനയിലേക്കാണ്. മക്കത്തങ്ങനെയാണ് മദീനത്തങ്ങനെയാണ് എന്നാ പേരോട് പറയുന്നത്. അങ്ങനെ അവിടെയും ഇവിടെയും ചൂണ്ടുകയാണ് ഈ മനുഷ്യരെന്നാണ് എന്നെ കൊണ്ട് പറയുന്നത്. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ശരിക്ക് ചിന്തിക്കണം. മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടി എന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള ആരോപണം. കണ്ടോ, ഞാൻ പറഞ്ഞത് എന്താ? മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിക്കോ, അവിടെ ചെയ്തോ. അവിടെ നടക്കുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായിട്ടുള്ള പല സംഗതികളിൽ പെട്ടതാണ്. അവിടെ ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടില്ല, അള്ളാഹുവോട് മാത്രമാണ് ഇസ്തിഗാസ. അവിടെ ഖബർ കെട്ടിപ്പടുക്കലില്ല, ജാറം മൂടലില്ല. അവിടേക്കൊന്നും നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആകെ ഒരു 2 ബാങ്കിന്റെ പ്രശ്നത്തിൽ 2 ബാങ്ക് അല്ലെങ്കിൽ തറാവിയൊക്കെ പറയുമ്പോൾ മാത്രം എന്തിയാ അങ്ങോട്ട് ചൂണ്ടുന്നത് എന്നാ ഞാൻ ചോദിച്ചത്. അത് പറയുമ്പോൾ മാത്രം എന്തിയാ നിങ്ങൾ ചൂണ്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് അതൊന്നും പറയാതെ ഞാൻ മക്കത്തേക്കും മദീനത്തേക്കും ചൂണ്ടിയതാ നിങ്ങളുടെ നാട്ടുകാരന് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ എന്താ കേൾവിക്കാർ വിചാരിക്കുക? കേൾവിക്കാരെന്താ വിചാരിക്കുക? കണ്ടോ, മക്കയും മദീനയും ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളായി മൗലവി. അതാ മൂപ്പരുടെ ധാരണ. അങ്ങനെ ജനങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ് ഞാൻ വിശദീകരിച്ചു. എന്നിട്ട് മൂപ്പര് നമ്മളോട് പറയണേ, നിങ്ങൾക്ക് പുളിക്കൽക്ക് തിരിഞ്ഞ് നിസ്കരിച്ചൂടെ? നിങ്ങൾ എന്തിനാ മക്കത്തേക്ക് തിരിയണേ? ഞങ്ങൾക്ക് അതിന് യോഗ്യത എന്ന് മൂപ്പര് പറയാണ്. ആ പറയുന്ന ഭാഗം കേട്ടോളൂ, അതിന്റെ കാരണവും കേട്ടു. അതുപോലെ കേരളത്തിൽ ജുമുഅക്ക് ബാങ്ക് ഒന്നാക്കി മാറ്റി. ഇവര് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് മക്കയിലേക്ക്, അവിടെ ജുമുഅക്ക് ബാങ്ക് 2, അവർ നിസ്കരിക്കുന്ന സ്ഥലത്ത് ബാങ്ക് 1. ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് പുളിക്കലിലേക്ക് തിരിഞ്ഞാ പോരെ? പുളിക്കലേക്ക് തിരിഞ്ഞാ പോരെ? കേട്ടോ, പുളിക്കലേക്ക് തിരിഞ്ഞാ പോരെ? ഞാൻ അവിടെ ഒരു ബാങ്കുള്ളൂ. എന്നാ നിങ്ങളിഞ്ഞ് എവിടുക്കാ തിരിയാ? നിങ്ങളിഞ്ഞ് എവിടുക്കാണ് തിരിയാ? മക്കയിലും മദീനയിലുള്ള പള്ളികളിൽ ജഹ്റാക്കി നമസ്കരിക്കുന്ന മഗ്രിബിനും ഇശാഇനും സുബഹിക്കുമെന്നും അവിടെയാണ്, അപ്പോഴാണല്ലോ ഉറക്കെ കേൾക്കുന്ന പാരായണമുള്ളത്. ബിസ്മി ഉറക്കെ ചൊല്ലാറുണ്ടോ? നിങ്ങളാണെങ്കിൽ മുമ്പ് ഇതേ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, മുജാഹിദുകൾ ബിസ്മി കട്ടവരാണ്. അപ്പൊ ആ ബിസ്മി കട്ട, നിങ്ങളുടെ ഭാഷയിൽ ബിസ്മി കട്ട കള്ളന്മാര് അല്ലേ? അവരല്ലേ അവിടെ ഇമാമിങ്ങള് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കഅബയിലേക്ക് തിരിഞ്ഞിട്ട് തക്ബീർ കെട്ടിയിട്ട് ഉടനെ തിരിയണം. പിന്നെ കാരന്തൂർക്ക് എന്തേ ഇനി നിന്നൂടാ? കാരണം ഇപ്പൊ അവിടെ ബിസ്മി ഉറക്കല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് തിരിഞ്ഞൂടാ, നേരെ അങ്ങോട്ട് തിരിയണം അല്ലേ? മാത്രമല്ല, സലാം വീട്ടി കഴിഞ്ഞാലോ അവിടെ കൂട്ടുപ്രാർത്ഥനയില്ല. സ്ത്രീകളാണെങ്കിൽ അവിടെ എല്ലാ വഖത്തിനും പള്ളിയിലുണ്ട്. ഒരു വഖത്തിനും നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് തിരിയാൻ നിർവാഹമല്ല കേട്ടോ. 5 നേരവും ജമാഅത്തിനും ജുമുഅക്കുമൊക്കെ മക്കയിലും മദീനയിലും സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകൾ പങ്കെടുക്കുന്ന പള്ളി ളിറാറിന്റെ പള്ളിയല്ലേ? മസ്ജിദുൽ ളിറാർ അല്ലേ? മുനാഫിക്കിന്റെ പള്ളിയല്ലേ? നിങ്ങളെ പള്ളിയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ 5 നേരം നിസ്കരിക്കുന്നത്? വേണ്ട, ഇനി കാരന്തൂർക്ക് തിരിഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ അതിന് യോഗ്യത? കാരന്തൂർക്ക് തിരിയാനല്ലേ യോഗ്യത. അതേപോലെ തന്നെ റമദാൻ 17 നിങ്ങൾ അങ്ങോട്ട് തിരിയണ്ട. അവിടെ ബദരീങ്ങളെ ആണ്ടില്ല, അന്നും നിങ്ങൾ കാരന്തൂരിലേക്ക് തിരിഞ്ഞോളൂ. റബീഉൽ അവ്വൽ 1 മുതൽ 40 ദിവസം വരെ അങ്ങോട്ട് തിരിയണ്ട. കാരണം നിങ്ങൾ റബീഉൽ അവ്വൽ 1 മുതൽ
അതേപോലെ തന്നെ റബീഉൽ ആഖിർ 10 വരെ നീണ്ടു നിൽക്കുന്ന 40 ദിവസത്തെ ആഘോഷമാണ്. 40ാമത്തെ ദിവസം റബീഉൽ ആഖിർ 10-ന് ജീലാനിയുടെ ആണ്ടും കഴിച്ചിട്ടല്ലേ പിരിഞ്ഞു പോകാറുള്ളത്. അത് മക്കയിലുണ്ടോ മദീനയിലുണ്ടോ? അപ്പൊ ആ 40 ദിവസവും അങ്ങോട്ട് തിരിയാൻ നിങ്ങൾക്ക് നിർവാഹമില്ലല്ലോ. പിന്നെയോ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എല്ലായിടത്തും നബിദിനാഘോഷവും റാലികളും കോപ്പുകൂട്ടലും ഒക്കെയല്ലേ നടത്തുന്നത്. അതൊന്നും അവിടെ മക്കയിലോ മദീനയിലോ ഇല്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ നടക്കുന്ന റാലികൾ സംഘടിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തിരിയണേ. നിങ്ങൾ ഇനി മക്കയിലേക്ക് തിരിയണ്ട എന്ന് നിങ്ങളോട് ഇപ്പൊ പറയട്ടെ. കാരണം നിങ്ങളാ അത് പഠിപ്പിച്ചു തന്നത്. അതില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തിരിയാൻ പാടില്ല. ഇതില്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും തിരിയണ്ട. നബിദിനത്തിന് എന്തൊക്കെയാ സംഘടിപ്പിക്കുന്നത്? അതവിടെ മക്കയിലുണ്ടോ മദീനയിലുണ്ടോ ഹറമിലുണ്ടോ? എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ശ്രദ്ധിച്ചോളൂ. 1-2 ഉദാഹരണങ്ങൾ. അത് 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ ജനസമൂഹത്തെ വിജ്ഞാനത്തിന്റെ കൈപ്പിടിയേറ്റി സത്യത്തിലേക്ക് ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് നയിച്ച വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ ജന്മദിനത്തിന്റെ ആഘോഷ രൂപമാണ് കണ്ടത്. ഇതിപ്പോ മക്കയിലുണ്ടോ? ഇത് മക്കയിലുണ്ടോ? നിങ്ങൾ എങ്ങനെയാ ഹറമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്? സുഹൃത്തുക്കളെ, ഏതെല്ലാം സമ്പ്രദായങ്ങളുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കൂടുതൽ പ്രവേശിക്കുന്നില്ല. അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. ഇനി ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്, അതും കൂടി ഒന്ന് കണ്ടോളൂ പെട്ടെന്ന്. കണ്ടോ റസൂലുള്ളാഹിനോടുള്ള തീപാറിയ സ്നേഹം. കേട്ടോ, സ്നേഹം ഇങ്ങനെ തീപാറുകയാണ്. എന്താ മഹബത്ത് പ്രകടനം അല്ലേ? എവിടുക്കാ തിരിയേണ്ടതെന്ന് തീരുമാനിച്ചോ? ഇത് അവിടെ അല്ലല്ലോ. ഇത് മക്കയിലുണ്ടോ? തിരിയുന്ന ആ പ്രദേശത്തുണ്ടോ? വെറുതെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല കേട്ടോ. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചോ? എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇയാള് എന്താണെന്നറിയോ? ഞാനിവിടെ ഈ തലപ്പാവിന്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോ തലപ്പാവിന്റെ പോരിശ വിവരിക്കുന്ന ഹദീസുകളൊക്കെ ലഈഫാണ്, ദുർബലമാണ്, വ്യാജമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് മൂപ്പര് പരിഹസിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ നിങ്ങളുടെ പരിഹാസമല്ല ആവശ്യമുള്ളത്. പിന്നെ എന്താണെന്നറിയോ? ആ വിഷയത്തിൽ അതാ തലപ്പാവ് കെട്ടി നമസ്കരിച്ചാൽ ഇന്ന പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന സഹീഹായ ഹദീസ് വായിക്കല്ലേ വേണ്ടത്. ആ വിഷയത്തിലുള്ള ഹദീസൊക്കെ ദുർബലമാണ്, വ്യാജമാണെന്ന് പറഞ്ഞതിനെ പരിഹസിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് മൂപ്പരിക്ക് ഇങ്ങനെ CD-യിൽ കാണിക്കാണ് തല മറച്ചിട്ടുള്ള കുറേ പണ്ഡിതന്മാരുടെ ഫോട്ടോ. എത്രയും കിട്ടൂല, നേരം വെളുക്കോളം അങ്ങനെ കാണിച്ചൂടെ? കുറേ ഫോട്ടോ കാണിക്കുക. ആരാ അവിടെ തലമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാണ്. ആ നിലക്കൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് ധാരാളമായി നടന്നത്. പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? മൗലവിനെ ഇവിടെ കാണാലോ, മൗലവിനെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയണം, അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാള് സ്ഥലത്തുണ്ടാകലും മാന്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ. അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്തിനാ ക്ഷണിച്ചത്? ഇയാൾ എന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളെ അങ്ങോട്ട് പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിച്ചിട്ടില്ല. കട്ടുപ്പാറയിലേക്ക് ഞാൻ ഇയാളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടേയില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഇയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജാറത്തിലെയും ഖബറിങ്ങളിലേക്ക് നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ മൗലവീന്ന്? നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് എന്നോടാ ചോദിച്ചത് മൂപ്പര്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെന്താ ധൈര്യക്കുറവ്?
ഞാൻ എൻ്റെ നാട്ടിൽ പണ്ടും പ്രസംഗിച്ചിട്ടുണ്ട്, എപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, ഇനിയും പ്രസംഗിക്കും, ഞാൻ എവിടെയും പ്രസംഗിക്കും. ആ പ്രസംഗിക്കുന്ന സമയത്ത് വന്ന നാട്ടിലേക്ക് കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ എവിടെയും പ്രസംഗിക്കും, ആണ്ട് വന്നോ കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. മൂപ്പര് പറ എന്നെ വിളിച്ചിട്ട് വന്നതാണ്, ഞാൻ ക്ഷണിക്കാതെ കയറി വന്നിട്ട് പറയാണ് ക്ഷണിച്ച ആളെ കാണില്ലല്ലോ. ഞാനെന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ പ്രസംഗം കേട്ടോ? എന്താ ഞാൻ പറഞ്ഞത്? അയാളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതല്ല, ഞാൻ എവിടെയും പ്രസംഗിക്കും, ആണ്ട് ആ നാട്ടിലേക്ക് ഞാൻ പ്രസംഗിക്കും, അത് കേൾക്കാൻ വന്നോന്നാ പറഞ്ഞത്. നിങ്ങൾ ആദ്യം ക്ഷണിക്കാതെ വന്നിട്ട് പിന്നെ എന്നെ കാണാനുണ്ട് കുറ്റം പറയാ കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്? ഇയാൾ ചോദിക്കാണ് നിങ്ങൾ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ. അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും. എന്താ നാട്ടുകാരുടെ മുമ്പിൽ വല്ല ഒളിയും മറയും ഉണ്ടെന്നാ വിചാരിച്ചത്? ഞാൻ നാട്ടിലും പ്രസംഗിക്കും, എവിടെയും പ്രസംഗിക്കും. കണ്ടോ, ഇതാ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് അത് അവിടെ കേൾപ്പിച്ചിട്ട് പറയാണ് മൗലവി എത്തുന്നാണ് പ്രതീക്ഷ. അപ്പൊ ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. ഓ സലഫിനെ കാണാമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഷാർജയിലല്ലേ, ഓ ഇപ്പൊ ഉടനെ എത്തും, ഇപ്പൊ ഉടനെ എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കിയിട്ട് ആ പ്രസംഗം തുടങ്ങേണ്ടത് തന്നെ. സാധു, ഇയാൾ എന്താ വിചാരിച്ചത്? ഇതൊക്കെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഈ ഓരോ നുണച്ചാക്കുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിച്ച് കയ്യിൽ തരികയാണ്. പിന്നെ മൂപ്പര് അവിടുന്ന് പറഞ്ഞ വേറൊരു സംഗതി എന്താ, നല്ല രസമുള്ള സംഗതിയാ. മൂപ്പര് ആദ്യം ഒന്ന് വയസ്സറിയിച്ചു.